തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കണ്ട ഏറ്റവും നല്ല സിനിമയായിരിക്കും ഒരു റൊണാൾഡോ ചിത്രം. കോമഡി ഉണ്ട്, എന്റർടൈൻമെന്റ്, ഫാമിലിയാണ്, എല്ലാം അടിപൊളിയായിട്ട്. റൊണാൾഡോ എന്നുള്ള പേര് വന്നേക്കുന്ന പടത്തിന് റൊണാൾഡോ ചിത്രം അതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഫുട്ബോള് അങ്ങനെ എന്തിനാണോ? അല്ല 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 അല്ല, ഇത് ഒരാളുടെ പേരായിട്ടാണ് വരുന്നത്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയോട് ചെയ്തിട്ടുണ്ട്. പിന്നെ റിനോയ് ചേട്ടനൊക്കെ ആണെങ്കിലും നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നത്. അപ്പം റിനോയ് ചേട്ടൻ്റെയൊക്കെ ഒരു കഥ പോലെയൊക്കെ പലപ്പോഴും പലതും തോന്നി. പക്ഷേ നല്ലതായിരുന്നു, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഉറപ്പായിട്ടും എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിരിക്കും. അശ്വിൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അശ്വിൻ എല്ലാവരും കയ്യിലെടുക്കുന്ന ആളാണ്. അപ്പോൾ അശ്വിൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ, അതും നമുക്ക് കുറേയും കൂടി മെച്യൂരിറ്റി വരുന്ന ഒരു ക്യാരക്ടർ. അശ്വിൻ യൂഷ്വലി ഫുൾ തമാശ കാരണം എനിക്ക് തോന്നുന്നു അശ്വിന് കുറേയും കൂടി ഡെപ്ത് കാണിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അശ്വിൻ കുറേ എൻജോയ് ചെയ്ത് ചെയ്താൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. കുറേ കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. കോമഡിയാണോ പടം? എല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ. അതല്ല, വേറെ മൂഡ് സിനിമയുടെ കഥകളാണ് സിനിമയുടെ. പുതിയ ആർട്ടിസ്റ്റുകളല്ലോ? അല്ല, അങ്ങനെയില്ല. പടത്തിന് ആവശ്യമുള്ള തരത്തിലുള്ള ആർട്ടിസ്റ്റും പരിപാടികളാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. തീർച്ചയായിട്ടും വെറൈറ്റി ഒരു ഫൈറ്റ് അങ്ങനെയല്ല, ഒരു സ്റ്റോറിയാണ് മെയിൻ. അങ്ങനെയുള്ള നമ്മൾക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിരവധി ക്യാരക്ടറുകൾ അതിലുള്ളതുകൊണ്ട് തന്നെ പടം നമ്മൾക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു. മാത്രമല്ല എക്സ്പെക്റ്റ് ചെയ്യാത്ത നല്ല ക്ലൈമാക്സുകളായിരുന്നു. വളരെ നല്ല പടമാണ്. കുറച്ച് എന്താ പറയുക, ശരിക്കും പറഞ്ഞത് ഒരു സിനിമാക്കാരൻ്റെ സിനിമയായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഉള്ളിൽ സിനിമ പറയുന്ന ഒരു സിനിമയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നൊരു സിനിമയായിരിക്കും. ഈ അടുത്ത കാലത്ത് ഞാനൊരു 10 സിനിമ എടുത്ത് നോക്കി, അതിനകത്ത് എനിക്ക് തോന്നുന്നു തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കണ്ട ഏറ്റവും നല്ല സിനിമയായിരിക്കും ഒരു റൊണാൾഡോ ചിത്രം. കാരണം അത് കഴിയാൻ പറ്റാത്ത സിനിമ എന്ന് പറയില്ല നമ്മൾ. ചില സിനിമകൾ കാണുമ്പോൾ നമുക്കിത് എന്താ തീരാത്ത, പക്ഷേ ഒരിത്തിരി ലാഗാണ് പടം. പക്ഷേ ആ ലാഗ് എന്ന് പറയുന്നത് കാണേണ്ട ലാഗാണ്, അല്ലാതെ എഡിറ്റർക്ക് എഡിറ്റ് ചെയ്ത് കളയാൻ. ഇപ്പോൾ സാഗർ എഡിറ്റർ എൻ്റെ സുഹൃത്താണ്, ഞാൻ അവനെ കാണുമ്പോൾ പറയാതിരിക്കുക. എഡിറ്റ് ചെയ്ത് അവൻ എന്നോട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു എവിടേക്കോ കുറച്ച്